കൃഷ്ണ ഗുരുവായൂരപ്പ. നമ്മളിപ്പോഴേ പല ആളുകളും നക്ഷത്രങ്ങൾ, അതായത് ഇപ്പോൾ വഴിപാടുകൾ കഴിക്കാൻ പോകുമ്പോഴൊക്കെ നക്ഷത്രങ്ങളെ പറ്റിയിട്ട്, നമ്മുടെ ജനിച്ച നാളിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ നക്ഷത്രങ്ങളുടെ ദോഷവും അതേപോലെ മറ്റു കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് പലരും ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചെറിയ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, നക്ഷത്ര ദോഷം, അതായത് ജാതകവശാലുള്ള ദോഷങ്ങൾ എല്ലാ നക്ഷത്രക്കാർക്കും ഉണ്ടാകാം. ദശാപഹാരങ്ങളിൽ ആയിരിക്കാം ഈ ദോഷങ്ങൾ കൂടുതലും അനുഭവപ്പെടുക. ഓരോരുത്തർക്കും ഓരോ ദശകങ്ങളിലും സംഭവിക്കാവുന്ന ദോഷങ്ങൾ കണ്ടെത്തി പരിഹാരം ചെയ്യുകയാണ് അതിന് ഏറ്റവും അത്യുത്തമം. ഇത് ശരിക്കും ജ്യോതിശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാക്കളായിട്ട് 18 ആചാര്യന്മാരാണുള്ളത്. അവർ ബ്രഹ്മചാര്യൻ, വസിഷ്ഠൻ, അത്രി, മനു, പൗലസ്ത്യൻ, ശൗനകൻ, നാരദൻ, വ്യാസൻ, അങ്കിരസ്, മരീചി, രൗമശൻ, ഭൃശു, ചവനൻ, യവനൻ, ഗർഗൻ, കാശ്യപൻ, പരാശരൻ, സൂര്യൻ എന്നിവരാണ്. ഇവരിലൂടെയാണ് ശരിക്ക് ജ്യോതിഷം മാനവരാശിയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ട് ആദ്യം തന്നെ അശ്വതി നക്ഷത്രത്തിൻ്റെ കാര്യം പറയാം. അശ്വതി നക്ഷത്രത്തിന് ദേവത അശ്വനി ദേവകന്മാരാണ്. ഓം അശ്വനി കുമാരാഭ്യാം നമഃ എന്ന മന്ത്രം ആണ് നിത്യവും ജപിക്കുന്നത് ഉത്തമം. സൂര്യൻ, ചൊവ്വ, വ്യാഴം എന്നീ ദശാകാലങ്ങൾ അശ്വതി നക്ഷത്ര ജാതകർക്ക് ദോഷ സമയമാണ്. ഇവർ പതിവായി ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നത് ശ്രേയസ്കരമാണ്. മൂലം, അശ്വതി, മകം എന്നീ നാളുകളിലും ക്ഷേത്രം ദർശനം നടത്തണം. ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രങ്ങൾ ജപിക്കുകയും ചൊവ്വയും അശ്വതിയും ഒത്തു വരുന്ന ദിവസം സുബ്രഹ്മണ്യ ഭജനം നടത്തുകയും ചെയ്യണം. പുണർദം, അനീഴം, കാർത്തിക, മകയിരം, തൃക്കേട്ട, വിശാഖം എന്നീ നക്ഷത്രങ്ങൾ അശ്വതി ജാതകർക്ക് പ്രതികൂലങ്ങളാണ്. ചുവന്ന വസ്ത്രങ്ങളാണ് അനുകൂലമായിട്ടുള്ള നല്ല വസ്ത്രം. ഇതിപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ അശ്വതി നാളിൽ ജനിച്ച വ്യക്തിത്വങ്ങൾക്കുള്ളതാണ്. അത് ആ നാളിൻ്റെ ഗുണങ്ങളും അതിന് ചെയ്യേണ്ടുന്ന, അതിനുപാസിക്കേണ്ടുന്ന ദേവതകളെയും കർമ്മങ്ങളെ പറ്റിയിട്ടുമാണ് പറയുന്നത്. അതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൽ പറയുന്നില്ല. പിന്നീട് വരുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണിയുടെ നക്ഷത്ര ദേവത യമനാണ്. അപ്പോൾ അതിന് പൂജിക്കേണ്ടുന്ന, അതായത് ചൊല്ലേണ്ടുന്ന മന്ത്രം ഓം യമായ നമഃ എന്ന യമമന്ത്രം നിത്യവും ജപിക്കുന്നത് നല്ലതാണ്. ഭരണി, പൂരാടം, പൂരം എന്നീ നാളുകളിൽ ക്ഷേത്ര ദർശനം നടത്തുകയും വ്രതങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യണം. ചന്ദ്രൻ, രാഹു, ശനി എന്നീ ഗ്രഹങ്ങളുടെ ദശാപഹാര കാലത്ത് ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതായാണ്. മഹാലക്ഷ്മി, അന്നപൂർണേശ്വരി എന്നീ ദേവിമാരെ ഭജിക്കണം. ജന്മനക്ഷത്രങ്ങളിൽ ലക്ഷ്മി പൂജ നടത്തണം. ക്ഷേത്രങ്ങളിൽ യക്ഷിക്ക് വഴിപാട് കൊടുക്കണം. രോഹിണി, പൂയം, വിശാഖം, തിരുവാതിര, അനീഴം, തൃക്കേട്ട എന്നീ നാളുകൾ പ്രതികൂല നാളുകളാണ്. വെള്ള, ഇളം നീല, ചുവപ്പ് എന്നീ നിറങ്ങൾ അനുകൂലങ്ങളാണ്. ഇതാണ് ഭരണി നാളുകൾക്കാർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കേട്ടോ. അതുപോലെ ഇനി കാർത്തികയുടെ കാര്യം നോക്കാം. കാർത്തികയുടെ ദേവൻ അഗ്നിയാണ്. ഓം അഗ്നയേ നമഃ മന്ത്രം ജപിക്കണം. ചൊവ്വ, വ്യാഴം, ശനി ദശകളിൽ ദോഷപരിഹാര ക്രിയകൾ അനുഷ്ഠിക്കണം. നിത്യേന ശിവനെയും സൂര്യനെയും ഭജിക്കുന്നത് നല്ലതാണ്. കാർത്തിക, ഉത്രം, ഉത്രാടം എന്നീ നക്ഷത്ര ദിനങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തണം. മകയിരം, പുണർദം, ആയില്യം, ഉത്രാടം, അനീഴം, കേട്ട, പൂരാടം എന്നീ നാളുകൾ പ്രതികൂലങ്ങളാണ്. ആ നാളുകളിലൊക്കെ ശുഭകാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക എന്നാണ്. ചുവപ്പ്, കാവി എന്നിവ അനുകൂല നിറങ്ങളാണ്. അതുപോലെ രോഹിണി നക്ഷത്രം
രോഹിണി നക്ഷത്രത്തിൻ്റെ ദേവത ബ്രഹ്മാവാണ്. ഓം ബ്രഹ്മദേവായ നമഃ എന്ന ബ്രഹ്മമന്ത്രം ജപിക്കണം. രാഹു, കേതു, ശനി എന്നീ ദശാപഹാര കാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. പതിവായി ചന്ദ്രനെയും ചന്ദ്രൻ്റെ ദേവതകളെയും ആരാധിക്കേണ്ടതാണ്. തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കണം. രോഹിണി നക്ഷത്രവും തിങ്കളാഴ്ചയും പൗർണമിയും ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുകയും പ്രത്യേക പൂജകൾ നടത്തുകയും ചെയ്യുക. പൗർണമി നാളിൽ ദുർഗാക്ഷേത്ര ദർശനം ചെയ്യുന്നത് നല്ലതാണ്. വെള്ള, ചന്ദന നിറം എന്നിവ അനുകൂല നിറങ്ങളാണ്. മകം, പൂരാടം, ഉത്രാടം, മൂലം, തിരുവാതിര, പൂയം എന്നിവ പ്രതികൂല നാളുകളാണ്. അന്നത്തെ ഈ ദിവസങ്ങളിലൊന്നും നല്ല കാര്യങ്ങൾ, ശുഭകാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അതുപോലെ മകയിരത്തിൻ്റെ ദേവത ചന്ദ്രനാണ്. നിത്യവും ഓം ചന്ദ്രമസേ നമഃ എന്നാണ്. ചന്ദ്രമസേ നമഃ എന്ന ചന്ദ്രമന്ത്രം 108 തവണ ജപിക്കുന്നത് ഉത്തമമാണ്. മകയിര നക്ഷത്രക്കാര് ശുക്രൻ, ബുധൻ, വ്യാഴം എന്നീ ദശകളിൽ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ചൊവ്വയും മകയിരവും ചേരുന്ന ദിവസങ്ങൾ വ്രതമനുഷ്ഠിക്കേണ്ടതാണ്. അവിട്ടം, മകയിരം, ചിത്തിര നക്ഷത്രങ്ങളിൽ ഭദ്രകാളി ഭജനം, സുബ്രഹ്മണ്യ ഭജനം എന്നിവ ഉത്തമമാണ്. ചൊവ്വയെയും ചൊവ്വയുടെ ദേവതകളെയും പ്രീതിപ്പെടുത്തണം. ചുവപ്പാണ് അനുകൂല നിറം. പുണർദം, ആയില്യം, പൂരം, തിരുവോണം, അവിട്ടം എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളാണ്. അതുപോലെ തിരുവാതിരയുടെ ദേവത ശിവനാണ്. ഓം രുദ്രായ നമഃ എന്ന ശിവമന്ത്രം നിത്യവും ജപിക്കുക. സൂര്യൻ, കേതു, ശനി എന്നീ ഗ്രഹങ്ങളുടെ അപഹാരകാലങ്ങളിൽ ഗ്രഹദോഷ പരിഹാര കർമ്മം അനുഷ്ഠിക്കണം. ജന്മനക്ഷത്ര ദിനങ്ങളിൽ നാഗക്ഷേത്രങ്ങൾ ദർശിക്കണം. ചതയം, തിരുവാതിര, ചോതി എന്നീ നാളുകളിൽ രാഹുപ്രീതി പൂജകൾ നടത്തുന്നതും നല്ലതാണ്. ചുവപ്പ്, കറുപ്പ് എന്നീ നിറങ്ങൾ അനുകൂലമാണ്. ഉത്രം, തിരുവോണം, പൂയം, മകം എന്നീ നക്ഷത്രങ്ങൾ പ്രതികൂലങ്ങളാണ്. അതുപോലെ പുണർദത്തിൻ്റെ ദേവത അതിഥിയാണ്. ഓം അതിഥിയേ നമഃ എന്ന മന്ത്രം നിത്യവും ജപിക്കുന്നത് നല്ലതാണ്. ബുധൻ, ശുക്രൻ, ചന്ദ്രൻ എന്നീ ദശകളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. പൂരോട്ടാതി, പുണർദം നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തണം. പുണർദവും വ്യാഴാഴ്ചയും ചേരുന്ന ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും വേണം. വിഷ്ണു ക്ഷേത്രങ്ങളിൽ ആണ് പ്രധാനമായും ദർശനം നടത്തേണ്ടത്. മഞ്ഞ, ക്രീം അനുകൂലം. പൂരം, അത്തം, ആയില്യം, അവിട്ടം എന്നീ നാളുകൾ പ്രതികൂലമാണ്. പൂയം നക്ഷത്രത്തിൻ്റെ ദേവൻ ബൃഹസ്പതിയാണ്. ഓം ബൃഹസ്പതയേ നമ എന്ന മന്ത്രം നിത്യവും ജപിക്കണം. കേതു, ചൊവ്വ, സൂര്യൻ എന്നീ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ വേണം. അനീഴം, ഉത്രട്ടാതി, പൂയം നാളുകളിൽ ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. ശനിയും പൂയവും ഒത്തുവരുന്ന ദിവസങ്ങളിൽ ക്ഷേത്രാരാധനയും പൂജയും നടത്തണം. ശനിയാഴ്ച തോറും അരയാൽ പ്രദക്ഷിണം നടത്തുന്നത് ഉത്തമമാണ്. നീല, കറുപ്പ്, വെളുപ്പ് എന്നീ നിറങ്ങൾ പൂയ നക്ഷത്രക്കാർക്ക് അനുകൂലമാണ്. മകം, ഉത്രം, പൂരുട്ടാതി, ചിത്തിര എന്നീ നക്ഷത്രങ്ങൾ പ്രതികൂലമാണ്. അടുത്തത് ആയില്യാണ്. ആയില്യത്തിൻ്റെ ദേവത സർപ്പാണ്. ഓം സർപ്പഭ്യോ നമഃ എന്ന സർപ്പമന്ത്രം നിത്യവും ഭജിക്കണം. ശുക്രൻ, ചന്ദ്രൻ, രാഹു എന്നീ ദശാകാലങ്ങളിൽ ദോഷപരിഹാരം കർമ്മം അനുഷ്ഠിക്കണം. ആയില്യം, തൃക്കേട്ട, രേവതി നാളുകളിൽ ക്ഷേത്ര ദർശനം നടത്തണം. ബുധനാഴ്ച വ്രതവും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും ഉത്തമമാണ്. ആയില്യവും ബുധനും വരുന്ന ദിനം പ്രത്യേക പൂജകൾ നടത്തണം. ചോതി, പൂരോട്ടാതി, പൂരം, അത്തം എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളാണ്. പച്ച, വെള്ള എന്നീ നിറങ്ങൾ അനുകൂലമാണ്. അടുത്തതായിട്ട് മകാണ്. മക നക്ഷത്രത്തിൻ്റെ ദേവത പിതൃക്കളാണ്. ഓം പിതൃഭ്യോ നമഃ എന്ന മന്ത്രം നിത്യവും ജപിക്കുക. ചൊവ്വ, സൂര്യൻ, വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ ദശാപഹാര കാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. അശ്വതി, മകം, മൂലം നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുക. ജന്മനക്ഷത്രത്തിന് ഗണപതി ഹോമം നടത്തുന്നതും നല്ലതാണ്. ഞായറാഴ്ചയും മകവും വരുന്ന ദിനങ്ങളിൽ
സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. രേവതി, ഉത്രം, ചിത്തിര, വിശാഖം എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളാണ്. ചുവപ്പാണ് അനുകൂല നിറം. പൂര നക്ഷത്രമാണ് അടുത്തത്. പൂര നക്ഷത്രത്തിൻ്റെ ദേവത ആര്യമാവാണ്. ഓം ആര്യാമ്മടേ നമഃ എന്ന മന്ത്രം നിത്യവും ജപിക്കണം. ചന്ദ്രൻ, രാഹു, ശനി എന്നീ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. പൂരവും വെള്ളിയാഴ്ചയും ചേരുന്ന ദിവസങ്ങളിൽ പ്രത്യേക വഴിപാടുകളും പൂജകളും നടത്തണം. മഹാലക്ഷ്മി, അന്നപൂർണേശ്വരി എന്നീ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും യക്ഷിക്ക് വഴിപാട് നടത്തുകയും വേണം. ജന്മനാളുകളിൽ പതിവായി ലക്ഷ്മി പൂജ നടത്തേണ്ടതാണ്. ചുവപ്പ്, വെള്ള എന്നിവ അനുകൂല നിറങ്ങളാണ്. അത്തം, ചോതി, രേവതി, അനീഴം, ഉത്രട്ടാതി എന്നീ നാളുകൾ പ്രതികൂല നക്ഷത്രങ്ങളാണ്. അടുത്തതായിട്ട് ഉത്ര നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ദേവത ഭഗനാണ്. ഓം ഭഗായ നമഃ എന്ന ഭഗമന്ത്രം നിത്യവും ജപിക്കുന്നത് ഉത്തമമാണ്. ചൊവ്വ, ബുധൻ, വ്യാഴം എന്നിവയുടെ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. ഞായറും ഉത്രവും വരുന്ന ദിവസങ്ങളിൽ ആദിത്യനെ ഭജിക്കുക. നിത്യവും രാവിലെ ആദിത്യനെ ഭജിച്ചുകൊണ്ട് വെയിലേൽക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് ദോഷപരിഹാര മാർഗമാണ്. പച്ച, കാവി, ചുവപ്പ് എന്നിവ അനുകൂല നിറങ്ങളാണ്. തൃക്കേട്ട, പൂരോട്ടാതി, ഉത്രട്ടാതി, ചിത്തിര, വിശാഖം, രേവതി എന്നീ നക്ഷത്രങ്ങൾ പ്രതികൂലമാണ്. അടുത്തതായിട്ട് അത്തം. അത്തത്തിൻ്റെ ദേവത സൂര്യനാണ്. നിത്യവും ഓം സവിത്രേ നമഃ എന്ന സൂര്യമന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ്. ശനി, കേതു, രാഹു എന്നീ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. ദുർഗാദേവി ഭജനമാണ് അത്തം നക്ഷത്രക്കാർക്ക് ഏറ്റവും ഉത്തമം. അത്തവും തിങ്കളാഴ്ചയും ഒത്തുവരുന്ന ദിനങ്ങളിൽ ക്ഷേത്ര ദർശനവും വിശേഷാൽ പൂജകളും നടത്തേണ്ടതാണ്. വെള്ള, പച്ച എന്നീ നിറങ്ങൾ അനുകൂലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തിക, ചോതി, മൂലം, അനീഴ എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളാണ്. പിന്നീട് ചിത്തിര. ചിത്തിരയുടെ ദേവത ത്വഷ്ടാവാണ്. ത്വഷ്ടാവിൻ്റെ മന്ത്രമായ ഓം വിശ്വകർമ്മണേ നമഃ നിത്യവും ജപിക്കുന്നത് നല്ലതാണ്. ബുധൻ, വ്യാഴം, ശുക്രൻ എന്നീ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ നിത്യവും നടത്തുന്നത് ഉത്തമമാണ്. ചൊവ്വയും ചിത്തിരയും ചേരുന്ന ദിനം വ്രതം അനുഷ്ഠിക്കുകയും വിശേഷാൽ പൂജകൾ നടത്തുകയും വേണം. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, കേട്ട, വിശാഖം, പൂരാടം എന്നീ നക്ഷത്രങ്ങൾ പ്രതികൂല നക്ഷത്രങ്ങളാണ്. വെള്ള, ചുവപ്പ്, പച്ച, ഇളം നീല അനുകൂല നിറങ്ങളാണ്. അടുത്തതായിട്ട് ചോതി. ചോതിയുടെ ദേവത വായുവാണ്. നിത്യവും ഓം വായവേ നമഃ എന്ന മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. സൂര്യൻ, ശനി, കേതു എന്നീ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ചോതി, ചതയം, തിരുവാതിര എന്നീ നാളുകളിൽ ക്ഷേത്ര ദർശനം നടത്തണം. രാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും സർപ്പഭജനവും നല്ലതാണ്. കറുപ്പ്, വെള്ള, നീല എന്നിവ അനുകൂല നിറങ്ങളാണ്. ഉത്രാടം, രോഹിണി, കാർത്തിക, അനീഴം, മൂലം പ്രതികൂല നക്ഷത്രങ്ങളാണ്. അതുപോലെ വിശാഖം. വിശാഖത്തിൻ്റെ ദേവത ഇന്ദ്രാഗ്നിയാണ്. ഓം ഇന്ദ്രാഗ്നിഭ്യാം നമഃ എന്ന മന്ത്രം നിത്യവും ഭജിക്കുന്നത് ഉത്തമമാണ്. ശുക്രൻ, ചന്ദ്രൻ, ബുധൻ എന്നീ ദശാകാലത്ത് ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. വിശാഖവും ബുധനാഴ്ചയും ഒത്തുചേരുന്ന ദിനങ്ങളിൽ വ്രതങ്ങൾ അനുഷ്ഠിക്കണം. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും നല്ലതാണ്. മഞ്ഞ, ക്രീം നിറങ്ങൾ അനുകൂലങ്ങളാണ്. പൂരാടം, തിരുവോണം, രോഹിണി, തൃക്കേട്ട, മകീരം, തിരുവാതിര, പുണർദം നക്ഷത്രങ്ങൾ പ്രതികൂല നക്ഷത്രങ്ങളാണ്. അടുത്തതായിട്ട് അനീഴം. അനീഴ നക്ഷത്രത്തിൻ്റെ ദേവത മിത്രനാണ്. ഓം മിത്രായ നമഃ എന്ന മന്ത്രത്താൽ നിത്യവും മിത്രദേവനെ ഭജിക്കുന്നത് നല്ലതാണ്. സൂര്യൻ, ചൊവ്വ, കേതു എന്നീ ദശകളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ശിവൻ, ശാസ്താവ് എന്നീ ക്ഷേത്രങ്ങളിൽ നിത്യ ദർശനം നടത്തുന്നത് ഉത്തമമാണ്. ശനിയും അനീഴവും ചേർന്ന് വരുന്ന ദിനം ശനീശ്വര പൂജ നടത്തുന്നത് ഐശ്വര്യകരമാണ്. പിന്നീട് വരുന്നത് തൃക്കേട്ട. ഇന്ദ്രനാണ് തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ദേവത. ഓം ഇന്ദ്രായ നമഃ എന്ന മന്ത്രത്താൽ ഇന്ദ്രനെ നിത്യവും ഭജിക്കുന്നത് നല്ലതാണ്. സൂര്യൻ, വ്യാഴം, ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് അനിവാര്യമാണ്.
കേട്ട രേവതി, ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ പതിവായി ക്ഷേത്ര ദർശനം നടത്തണം. ബുധപ്രീതി കർമ്മവും ശ്രീകൃഷ്ണ ദർശനവും ഉത്തമമാണ്. രാശ്യാധിപനായ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. പച്ച, ചുവപ്പ് എന്നീ നിറങ്ങൾ അനുകൂലം. തിരുവാതിര, പുണർദം, പൂരാടം, തിരുവോണം, ചതയം, മകയിരം എന്നിവ പ്രതികൂല നാളുകളാണ്. പിന്നീട് മൂലം നക്ഷത്ര ദേവത നിര്യതിയാണ്. നിത്യവും നിര്യതയെ ഓം നിര്യതയെ നമഃ മന്ത്രത്താൽ ഭജിക്കുക. ചൊവ്വ, വ്യാഴം, സൂര്യൻ എന്നീ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. അശ്വതി, മകം, മൂല നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനവും പുണ്യകർമ്മങ്ങളും നടത്തണം. മൂലവും വ്യാഴാഴ്ചയും ചേരുന്ന ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. പൂരുരുട്ടാതി, പുണർദം, ഉത്രാടം, അവിട്ടം, പൂയം, ആയില്യം പ്രതികൂല നക്ഷത്രങ്ങളാണ്. ചുവപ്പ്, മഞ്ഞ അനുകൂല നിറങ്ങളാണ്. പിന്നീട് വരുന്നത് പൂരാടാണ്. അബസ്സാണ് പൂരാടം നക്ഷത്രത്തിൻ്റെ ദേവത. ഓം അഭ്രഭ്യോ നമഃ മന്ത്രത്താൽ നിത്യവും അബസ്സിനെ ഭജിക്കുന്നത് ഐശ്വര്യപ്രദമാണ്. ചന്ദ്രൻ, രാഹു, ശനി എന്നീ ദശകളിൽ ദോഷപരിഹാര ക്രിയകൾ അനുഷ്ഠിക്കണം. പൂരം, പൂരാടം, ഭരണി എന്നീ നക്ഷത്രങ്ങൾ ക്ഷേത്രദർശനം, പൂജയും ഒക്കെ നടത്താം. ശുക്ര പ്രീതികരമായ പൂജകളും കർമ്മങ്ങളും നടത്തണം. വ്യാഴവും പൂരാടവും ചേരുന്ന ദിവസം വിഷ്ണു ക്ഷേത്രത്തിലോ ലക്ഷ്മി ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നത് ഉത്തമമാണ്. തിരുവോണം, ചതയം, ഉത്രട്ടാതി, പൂയം, പുണർദം, ആയില്യം ഇവ പ്രതികൂല നക്ഷത്രങ്ങളാണ്. വെള്ള, മഞ്ഞ എന്നിവയാണ് ഏറ്റവും നല്ല നിറങ്ങൾ. പിന്നെ ഉത്രാടത്തിന് ചൊവ്വ, വ്യാഴം, ബുധൻ എന്നീ ദശാകാലങ്ങളിൽ ഉത്രാടം ജാതകർ ദോഷപരിഹാര കർമ്മം അനുഷ്ഠിക്കണം. നക്ഷത്രാധിപനായ ആദിത്യനെ നിത്യവും ഭജിക്കുന്നത് നല്ലതാണ്. ഞായറും ഉത്രാടവും ചേർന്ന് വരുന്ന ദിനം ആദിത്യപൂജ നടത്തുന്നതും ഉത്തമമാണ്. അവിട്ടം, രേവതി, പൂരുരുട്ടാതി, പുണർദം, പൂയം, മകം, പൂരം, ഉത്രം, ആയില്യം എന്നിവ ഉത്രാട നക്ഷത്ര ജാതകർക്ക് പ്രതികൂല ആയ നക്ഷത്രങ്ങളാണ്. മഞ്ഞ, കറുപ്പ്, നീല എന്നിവ അനുകൂല നിറങ്ങളാണ്. ഈ നക്ഷത്രക്കാരെ നിത്യവും ഓം ആദിത്യായ നമഃ എന്നുള്ള സൂര്യമന്ത്രം ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. പിന്നെ വരുന്നത് തിരുവോണ നക്ഷത്രമാണ്. തിരുവോണ നക്ഷത്രത്തിൻ്റെ ദേവത വിഷ്ണുവാണ്. ഓം വിഷ്ണവേ നമഃ എന്ന മന്ത്രം നിത്യവും ജപിക്കുന്നത് ഉത്തമമാണ്. രാഹു, കേതു, ശനി എന്നീ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. തിരുവോണവും തിങ്കളാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും പൂജയും നടത്തുന്നത് നല്ലതാണ്. മകം, അശ്വതി, പൂരം, ഉത്രം, ചതയം, ഉത്രട്ടാതി എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളാണ്. കറുപ്പ്, വെളുപ്പ് എന്നിവ അനുകൂല നിറങ്ങളാണ്. പിന്നെ വരുന്നത് അവിട്ടാണ്. അവിട്ടത്തിൻ്റെ നക്ഷത്രദേവത വസുക്കളാണ്. ഓം വസുഭ്യോ നമഃ മന്ത്രത്താൽ വസുക്കളെ നിത്യവും ഭജിക്കണം. ബുധൻ, വ്യാഴൻ, ശുക്രൻ എന്നീ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. നക്ഷത്രാധിപൻ ചൊവ്വയായതിനാൽ ഓരോ രാശിക്കാരും സുബ്രഹ്മണ്യനെയും ഓജരാശിക്കാർ സുബ്രഹ്മണ്യനെയും യുഗ്മരാശിക്കാർ ഭദ്രകാളിയെയും ഭജിക്കേണ്ടതാണ്. അവിട്ടവും ചൊവ്വയും ഒത്തുവരുന്ന ദിനങ്ങളിൽ ചൊവ്വാപൂജയും രാശ്യാധിപനായ ശനിയുടെ ദിനത്തിൽ ശനിപൂജയും നടത്തുന്നത് ഉത്തമമാണ്. രേവതി, അവിട്ടം, മകം, ഭരണി, ഉത്രട്ടാതി, പൂരം, ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രങ്ങൾ പ്രതികൂലമാണ്. ചുവപ്പ്, നീല, കറുപ്പ് അനുകൂല നിറങ്ങളാണ്. പിന്നീട് വരുന്നത് ചതയ നക്ഷത്രമാണ്. ചതയ നക്ഷത്രത്തിൻ്റെ ദേവത വരുണനാണ്. ആയതിനാൽ ഓം വരുണായ നമഃ മന്ത്രം നിത്യവും ജപിക്കുന്നത് ഉത്തമം. സൂര്യൻ, ശനി, കേതു എന്നീ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. നക്ഷത്രാധിപനായ രാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ നിത്യവും ചെയ്യണം. സർപ്പക്ഷേത്രങ്ങളിൽ ദർശനവും പൂജയും നടത്തുന്നത് നല്ലതാണ്. അനുകൂല നിറം കറുപ്പാണ്. കാർത്തിക, അത്തം, ചിത്തിര, ഉത്രട്ടാതി, അശ്വതി നക്ഷത്രങ്ങൾ പ്രതികൂലമാണ്. അടുത്തത് പൂരോരുട്ടാതിയാണ്. പൂരോരുട്ടാതിയുടെ നക്ഷത്രദേവത അജൈകപാദാണ്. ഓം അജൈകപദേ നമഃ നിത്യവും ജപിക്കുന്നത് ഉത്തമമാണ്.
ബുധൻ, ശുക്രൻ, ചന്ദ്രൻ എന്നീ ദശകളിൽ പൂരോരുട്ടാതി നക്ഷത്രക്കാർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. നക്ഷത്രാധിപനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കണമെന്ന് ഉത്തമമാണ്. നീല, മഞ്ഞ, കറുപ്പ് അനുകൂല നിറങ്ങളാണ്. രോഹിണി, ഭരണി, വിശാഖം, അത്തം, രേവതി, ചിത്തിര, ചോതി എന്നീ നക്ഷത്രങ്ങൾ പ്രതികൂലങ്ങളാണ്. അടുത്തത് ഉത്രട്ടാതിയാണ്. അഹിർബുദ്ധ്യാണ് ഉത്രട്ടാതിയുടെ നക്ഷത്ര ദേവത. ഓം അഹിർബുദ്ധ്യാ നമഃ മന്ത്രത്താൽ നിത്യവും ഭജിക്കുന്നത് നല്ലതാണ്. സൂര്യൻ, കുജൻ, കേതു എന്നീ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. നക്ഷത്രനാഥനായ ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ നിത്യവും ചെയ്യുന്നത് നല്ലതാണ്. മകേരം, ചിത്തിര, ചോതി, അശ്വതി, കാർത്തിക എന്നിവ ഉത്രട്ടാതിക്കാർക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ്. അതുപോലെ ചുവപ്പ് വസ്ത്രം, അതേപോലെ വെളുത്ത കളറ് അത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രത്തിൻ്റെ ദേവത പുഷാവാണ്. ഓം പൂഷണൈ നമഃ മന്ത്രം നിത്യവും ജപിക്കുന്നത് നല്ലതാണ്. രാഹു, ശുക്രൻ, ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ബുധനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. വ്യാഴത്തെയും പ്രീതിപ്പെടുത്തുന്നത് നല്ലതാണ്. ബുധനും രേവതിയും ചേർന്ന ദിവസം പ്രത്യേക പൂജാതി കർമ്മങ്ങൾ നടത്തേണ്ടതാണ്. ചിത്തിര, ചോതി, വിശാഖം, ഭരണി, രോഹിണി, തിരുവാതിര എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളാണ്. അന്ന് നല്ല കാര്യങ്ങൾക്കൊന്നും ഇറങ്ങി പുറപ്പെടാതിരിക്കുക. അതുപോലെ മഞ്ഞ, പച്ച എന്നിവ അനുകൂല നിറങ്ങളാണ്. ഇനി പറഞ്ഞ പോലെ ദേവതകളും സസ്യങ്ങളെയും കൂടിയും പറയാം. കരിനെച്ചി ഗണപതിക്കാണ്. താമര മഹാവിഷ്ണുവിനാണ്. വഗ്നിക്ക് ദുർഗയാണ്. കൂവളം ലക്ഷ്മിയാണ്. കുരുക്കുത്തിമുല്ല പാർവതിയാണ്. കടമ്പ് കാമദേവനാണ്. വടവൃക്ഷം മണിഭദ്രൻ. ആല് സൂര്യനാണ്. ഉമ്മം ശിവനാണ്. കരിങ്ങാലി ബ്രഹ്മാവ്. ഇലവ് വിശ്വകർമാവ്. പ്ലാശ് യമൻ. ആടലോടകം രുദ്രൻ. അന്തിമലരി സുബ്രഹ്മണ്യൻ. അമ അനന്തൻ. കറുക വാസുകി. ഹരിചന്ദനം സാധ്യന്മാർ. അങ്ങനെയാണ്. അതുപോലെ കരിനാളുകളുണ്ട്. കരിനാളുകൾക്ക് ഒരിക്കലും മാറ്റങ്ങൾ വരുന്നില്ല. അത് എല്ലായ്പ്പോഴും ഒരേ തീയതികളിലാണ് വരിക. കാര്യസാധ്യത്തിനുള്ള യാത്രയും കടം വാങ്ങലും വിവാഹവും പാടില്ലെന്നൊരു വിശ്വാസമുണ്ട് കരിനാളുകളിൽ. ഓരോ മാസത്തിലും കൃത്യ തീയതികളിലായിരിക്കും ഇത് വരുന്നത്. മേടമാസത്തിൽ 6-ാം തീയതിയും 15-ാം തീയതിയും. ഇടവം 7-ാം തീയതി, 16-ാം തീയതി, 17-ാം തീയതി. മിഥുനം 1-ാം തീയതി, 6-ാം തീയതി. കർക്കടകം 2-ാം തീയതി, 10-ാം തീയതി, 20-ാം തീയതി. ചിങ്ങം 2, 9, 28. കന്നി 16, 29. തുലാം 6, 20. വൃശ്ചികം 1, 10, 17. ധനു 6, 9, 11. കുംഭം 5, 16, 17. മീനം 6, 15, 19. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് കിട്ടിയ അറിവുകൾ. അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീടായിക്കോട്ടെ. അപ്പം എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ നല്ല ഒരു ദിവസം, ഇനി വരുന്ന ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല ദിവസങ്ങളായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുന്നു.